Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the MCQ session of statistics chapter. അപ്പോൾ MCQ ക്വസ്റ്റ്യൻസ് അത്രയും അധികം നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ടഫായിട്ട് ചോദിക്കില്ല. അതായത് എംപിരിക്കൽ ഫോർമുല വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ചെറിയ മീനിൻ്റെ ക്വസ്റ്റ്യൻസോ, അതായത് ഡയറക്റ്റ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്തെടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ മീനിൻ്റെ ഫോർമുലയിൽ ഈ ടേം എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മീഡിയൻ ക്ലാസ് തന്നിട്ട് ലോവർ ലിമിറ്റ് എങ്ങനെയാണ്, എത്രയാണ്, അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് എത്രയാണ്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് MCQന് മിക്ക രീതിയിലും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം അത്രയും ക്വസ്റ്റ്യൻസ്, അതായത് വളരെയധികം ടഫ് രീതിയിലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരിക്കലും MCQയിൽ വരില്ല. അപ്പം അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീൻ ആൻഡ് മീഡിയൻ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഇസ് 14 and 15 റെസ്പെക്റ്റീവ്ലി. ദ വാല്യൂ ഓഫ് മോഡേഴ്സ്, അതായത് ഇക്വേഷൻസും ടേംസും എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് നമ്മളുടെ ഒരു ടേബിളിൽ ഈ ഒരു FI എന്താണ്, DI എന്താണ്, UI എന്താണ്, H എന്താണ്, അങ്ങനെയൊക്കെയാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻസും കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല കറക്റ്റ് ഫുള്ളായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് CBSE 2020 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാം, മീനും മീഡിയനും തന്നിട്ടുണ്ട്, മോഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. സോ ഇഫ് യു ആർ പ്രൊവൈഡഡ് വിത്ത് 2 പാരാമീറ്റേഴ്സ്, നെക്സ്റ്റ് പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ള റിലേഷൻ നമുക്കറിയാം, വിച്ച് ഇസ് എംപെരിക്കൽ ഫോർമുല സെൻട്രൽ ടെൻഡൻസി അല്ലേ. അതെന്താണ്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ദാറ്റ് ഇസ് 3 median is equal to മോഡ് പ്ലസ് 2 മീൻ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും പഠിക്കണം കേട്ടോ. ഈ ഒരു MCQയിൽ എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡയറക്റ്റ്ലി ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, അതായത് ഈ എംപെരിക്കൽ ഫോർമുല അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത്. സോ ഈ ഒരു ഇക്വേഷൻ നന്നായി തന്നെ പഠിച്ചു വെക്കാം. മീഡിയൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. മീഡിയൻ ഇറ്റ് ഇസ് ഗിവൺ ആസ് 15. സോ 3 into 15 is equal to മോഡ് പ്ലസ് 2 മീൻ. 2 into മീൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻ ഇറ്റ് ഇസ് 14. 15 into 3 it is 45 minus 14 into 2 it is 28 is equal to mod. 45 minus 28 എത്രയാണ്? 5 minus 8, 15 minus 8 7 ആണ്. സോ യൂണിറ്റ് പ്ലേസിൽ 7 വരുന്നത് ആകെ 17 മാത്രമാണ്. സോ 17 is the മോഡ്. ഓക്കെ, അപ്പോൾ 17 ആണ് എന്തായിട്ട് വരുന്നത്? മോഡായിട്ട് വരുന്നത്. ഇവിടെ ഇപ്പോൾ മോഡാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇനി ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ മീൻ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവർക്ക് എന്ത് ചെയ്യാം, ഫ്രെയിം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നന്നായി തന്നെ പഠിച്ചു വയ്ക്കാം. So this is our next MCQ question. P question, consider the data, the difference of upper limit of median class. Median classന്റെ upper limitഉം ലോവർ ലിമിറ്റ് ഓഫ് മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ മീഡിയൻ ക്ലാസ്സും കണ്ടുപിടിക്കണം, മോഡൽ ക്ലാസ്സും കണ്ടുപിടിക്കണം. അത് തമ്മിലുള്ള ഡിഫറൻസ്, ഒന്നിന്റെ അപ്പർ ലിമിറ്റും ഒന്നിന്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, CFന്റെ കോളം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം കേട്ടോ. സോ CFന്റെ കോളം എങ്ങനെയാണ്? ഫ്രീക്വൻസി അങ്ങനെ തന്നെ എഴുതാം. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? സിക്സാക് മാനറിൽ ആഡ് ചെയ്യുന്നു, ടേം എഴുതുന്നു. 4 + 5 9, 9 + 13 22, 22 + 20 42, അങ്ങനെ ഫില്ല് ചെയ്ത് പോവാം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ CF നമ്മൾ എന്ത് ചെയ്തു? ഫില്ല് ചെയ്തു. നെക്സ്റ്റ് n/2 മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എങ്ങനെയാണ്? n/2 കണ്ടുപിടിക്കുക അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ σFI ആണ്, ദാറ്റ് ഇസ് σFI/2. σFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏറ്റവും ലാസ്റ്റ് വാല്യൂ, ദാറ്റ് ഇസ് 67 division 2. 67 division 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 33.5. 33.5 ആണ് ആക്ച്വലി n/2. ഇപ്പം n/2ന് തൊട്ട് മുകളിലത്തെ വാല്യൂ വരുന്ന CFൽ കോളം നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ 33.5ന് തൊട്ട് മുകളിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 ആണ്. 42ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും നമ്മളുടെ മീഡിയൻ ക്ലാസ് വരുന്നുണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ. ഇഫ് വി ആർ നോട്ട് പ്രൊവൈഡഡ് വിത്ത് ദ മീഡിയൻ, വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് n/2 ആൻഡ് ചെക്ക് ഫോർ എ വാല്യൂ വിച്ച് ഇസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ n/2 ഇൻ ദ CF കോളം. അപ്പോൾ CF കോളത്തിൽ 33.5നേക്കാളും തൊട്ട് മുകളിൽ കിടക്കുന്ന വാല്യൂ 42 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും നമ്മളുടെ മീഡിയൻ ക്ലാസ്. സോ അവർ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 125 to
145 ആണ്. മീഡിയൻ ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ് ആണ് നമുക്ക് ഇവിടെ ആവശ്യം. സോ ഇറ്റ് ഈസ് ദ അപ്പർ ലിമിറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്? മോഡൽ ക്ലാസ് ആണ്. മോഡൽ ക്ലാസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ ഫ്രീക്വൻസിയിൽ ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത് ഏതാണെന്ന് നോക്കുക. ഇവിടെയും 20 ആണ്. 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ത് തന്നെയാണ്? 125 to 145 ആണ്. Again 125 to 145 is the model class. So model classും എന്ത് തന്നെയാണ് കിട്ടിയത്? We have got it as 125 to 145 and you have to subtract lower limit അല്ലേ? അപ്പോൾ lower limit ആണ് ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഉത്തരം എത്തിക്കഴിഞ്ഞു. 145ഉം 125ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇറ്റ് ഈസ് 20 അല്ലേ? 145 minus 125 it is 20. So option C is the answer. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൻസറിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. MCQ അത്രയും ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. നന്നായി പഠിച്ചിരുന്നാൽ മതി. ഇക്വേഷൻസിലെ ഓരോ പാരാമീറ്റേഴ്സും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. So this is our next MCQ question. In the formula x bar is equal to a plus h into sigma fi ui divided by sigma fi for finding the mean of grouped data ui എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ഒരു ഫോർമുല എവിടെയാണ്? സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ് അല്ലേ? അസ്യൂംഡ് മീൻ മെത്തേഡും സ്റ്റെപ്പ് ഡീവിയേഷനും നമ്മൾ തെറ്റിക്കരുത്. ഇത് നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷനിൽ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്. ഇവിടെ ui എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ui ഈക്വൽ ടു xi മൈനസ് എ ബൈ എച്ച് ഓർ ഇറ്റ് ഇസ് di/h അല്ലേ? xi മൈനസ് എ ബൈ എച്ച്. കണ്ടോ, എല്ലാ പാരാമീറ്റേഴ്സും ഉണ്ട്. xi ഉണ്ട്, a ഉണ്ട്, h ഉണ്ട്. ഒന്ന് xi പ്ലസ് എ ബൈ എച്ച് ആണ്, ഒന്ന് h ഇൻറ്റു xi മൈനസ് എ ആണ്. പിന്നത്തെ നമുക്ക് ഡൗട്ട് വരുന്നത് xi മൈനസ് എ ആണോ എ മൈനസ് xi ആണെന്നാണ്. അപ്പോൾ സബ്ട്രാക്ഷൻ ഒരിക്കലും കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ xi മൈനസ് എ ബൈ എച്ച് എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ്. എ മൈനസ് xi ഇവിടെ എന്താണ്? തെറ്റാണ്. ബിക്കോസ് സബ്ട്രാക്ഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ ഈവൻ ദോ പാരാമീറ്റേഴ്സ് ഒക്കെ സെയിമും ഓപ്പറേഷൻ ഒക്കെ സെയിം തന്നെയാണെങ്കിലും xi മൈനസ് എ ചെയ്യുന്ന ആൻസർ ആയിരിക്കില്ല എ മൈനസ് xi ചെയ്യുമ്പോൾ ഉള്ള ആൻസർ. സോ നമ്മളുടെ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇക്വേഷൻ കറക്റ്റ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഈ di/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അസ്യൂംഡ് മീൻ മെത്തേഡിലാണ് നമ്മൾ di എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീവിയേഷൻ. ദാറ്റ് ഈസ് xi മൈനസ് എ. di എന്താണെന്നും ചോദിക്കാറുണ്ട്. di എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് xi മൈനസ് എ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടോ? CBSE 2020 റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. അതേമാതിരി തന്നെ ചിലപ്പോൾ മോഡിൽ F1 എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ എന്താണ്, F0 എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫോർമുലാസ് നന്നായി കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇനി ഫർദർ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് എത്താം. ഓക്കെ, ശരി, നന്നായി തന്നെ പഠിക്കാം കേട്ടോ.